യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ നഴ്സ് നിമിഷപ്രിയയുടെ ജീവിതവും കേസിന്റെ പിന്നിലെ സംഭവവികാസങ്ങളും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. 2025 ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനാണ് യമൻ അധികൃതർ തീരുമാനമെടുത്തത്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ 2008 ജോലി നോക്കാനായി യമനിലെ സനാ നഗരത്തിലെത്തി. ഒരുപാട് കാലം ആശുപത്രികളിൽ നഴ്സായി ജോലി ചെയ്ത ശേഷമാണ് 2014 അവർക്ക് സ്വന്തം ക്ലിനിക് തുടങ്ങാനുള്ള ആശയമുണ്ടായത്. ക്ലിനിക് തുടങ്ങാൻ സഹായിയായി തലാൽ അബ്ദുൽ അൽ മഹ്ദി എന്ന യമൻ സ്വദേശിയുമായി ചേർന്നതായിരുന്നു. എന്നാൽ പിന്നീട് തലാൽ അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു. പാസ്പോർട്ട് അടക്കം പിടിച്ചുവെച്ച തലാൽ നിമിഷയെ യമനിൽ നിന്ന് മടങ്ങാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ വാദിച്ചു. 2017 തലാലിന് നിമിഷപ്രിയ മരുന്ന് നൽകി. ആ മരുന്ന് അളവിലേറി മരണം സംഭവിച്ചുവെന്നാണ് കേസ്. പിന്നീട് തലാലിന്റെ ശരീരഭാഗങ്ങൾ തള്ളിയെന്ന നിമിഷയും സഹായിയായി പ്രവർത്തിച്ച മറ്റൊരു മലയാളിയും കുറ്റസമ്മതം നടത്തിയിരുന്നു. യമനിലെ കോടതികൾ നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ, പുനഃപരിശോധന തുടങ്ങിയ എല്ലാ നിയമപരമായ മാർഗങ്ങളും ശ്രമിച്ചെങ്കിലും ശിക്ഷ അതുപോലെ നിലനിൽക്കുകയായിരുന്നു. ഒടുവിൽ വധശിക്ഷ നടപ്പാക്കാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു. യമനിലെ നിയമപ്രകാരം ദയാധനം നൽകുന്നതിലൂടെ പീഡിതന്റെ കുടുംബം ക്ഷമിച്ചാൽ വധശിക്ഷ ഒഴിവാക്കാം. ഇതിന് നിമിഷയുടെ അമ്മയും കേരളത്തിലെ സാമൂഹിക സംഘടനകളും ചേർന്ന് ശ്രമിച്ചുവെങ്കിലും തലാലിന്റെ കുടുംബം അതിന് സമ്മതിച്ചില്ല. ഇപ്പോൾ വെറും ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ കേസ് മനുഷ്യാവകാശ ചർച്ചകൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിനും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. അവസാനമായി നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ ഫലിക്കുമോ എന്നത് കാണേണ്ടത് ഈയടുത്ത ദിവസങ്ങളിലാണ്. നിമിഷയുടെ കുടുംബം ഇപ്പോഴും പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയത്തെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.